യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം വിളിച്ചു ചേർത്തപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഉയരുന്ന ലൈംഗിക ആരോപണങ്ങൾക്കെല്ലാം മറുപടി പറയുന്ന വിധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നടത്തിയത്. അതിനുശേഷം ഇന്ന് ഇപ്പോൾ MLA സ്ഥാനത്ത് നിന്ന് രാഹുലിന്റെ രാജി സമ്മർദ്ദം വളരെ ശക്തമായി കോൺഗ്രസിൽ നിന്നടക്കം ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടം നാടകീയമായി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ രാഹുൽ രാജി പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കിയത്. പക്ഷേ ആ വാർത്താ സമ്മേളനം ഇപ്പോൾ നിർത്തിവെപ്പിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് രാഹുൽ തന്റെ ഭാഗം വിശദീകരിക്കുന്നതിന് വേണ്ടി ചില ചാറ്റുകൾ ഉൾപ്പെടെ പുറത്തുവിടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത്. എന്താ സൂചനകൾ പുറത്തു വന്നതോടെയാണ് കോൺഗ്രസിന്റെ നേതൃത്വം ഇടപെട്ടത്. പരാതിക്കാരികളെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രതികരണം ഉണ്ടായാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും, കൂടുതൽ ഗുരുതരമായിരിക്കും എന്ന മുന്നറിയിപ്പ് VD സതീശൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ നേരിട്ട് വിളിച്ചറിയിച്ചു എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മഹേഷ് ചന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ്. മഹേഷ്, ഇപ്പോൾ വാർത്താ സമ്മേളനം റദ്ദാക്കി, അതൊക്കെ, പക്ഷേ ഇപ്പോഴും രാഹുലിന്റെ ആറ്റിറ്റ്യൂഡ് ആ വിധത്തിൽ തന്നെയാണല്ലോ. കോൺഗ്രസിനെ നിയന്ത്രിക്കാനാകുമോ രാഹുലിനെ? ഇക്കാര്യത്തിൽ രാഹുൽ തനിക്കെതിരെ ഗൂഢമായ നീക്കത്തോടു കൂടി ഒരു സംഘം ചില പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഈ പുറത്തുവരുന്ന വെളിപ്പെടുത്തലുകൾ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. അത് വ്യക്തമാക്കാൻ വേണ്ടി തന്നെയായിരുന്നു വാർത്താ സമ്മേളനം വിളിച്ചത്. മാധ്യമപ്രവർത്തകരെ കാണാൻ താല്പര്യമുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തത്. അങ്ങനെയാണ് മാധ്യമപ്രവർത്തകർ അവിടെ എത്തുകയും ചെയ്തത്. ഈ വാർത്തകൾ വന്നതോടുകൂടിയാണ് കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിൽ ഇടപെടുകയും ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്ന എന്തിനെന്ന് ചോദിക്കുകയും ചെയ്തത്. തൻ്റെ ഭാഗം വിശദീകരിക്കാനും തനിക്ക് പറയാനുള്ളത് പറയാനും അതുപോലെ തന്നെ ചില അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വിടാനുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങളിൽ വ്യക്തത വരുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിശദീകരിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അത്തരം നടപടിയിലേക്ക് കടക്കുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്ന മുന്നറിയിപ്പാണ് നേതാക്കൾ നൽകിയത്. കൃത്യമായി പറഞ്ഞാൽ ഇത്തരത്തിലേക്ക് ഈ പരാതിക്കാരുടെയൊക്കെ സ്വകാര്യത വെളിപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ വിഷയങ്ങൾ കയ്യിൽ നിൽക്കില്ല. മാത്രമല്ല ഈ പരാതി ഇപ്പോൾ ഈ പറഞ്ഞ വെളിപ്പെടുത്തലുകൾ ഉണ്ടായ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫോൺ സംഭാഷണം അതാണല്ലോ പുറത്തേക്ക് വന്നത്. അതിന് അക്കാര്യത്തിൽ സംസാരിച്ചിരിക്കുന്ന ആ പെൺകുട്ടി ഒരു പരാതി പോലീസ് മുമ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും, അതീവ ഗുരുതരമാകുമെന്ന് നേതാക്കൾ രാഹുലിനെ ധരിപ്പിക്കുകയും ചെയ്തു. കാരണം അതിനകത്ത് കൊല്ലുമെന്ന ഭീഷണിയുണ്ട്, അതുപോലെ തന്നെ ഗർഭചിത്രം നടത്തണം നിർബന്ധിക്കുന്ന ഭാഗങ്ങളുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ അതുമായി കൃത്യമായ ഓഡിയോ അടക്കമുള്ള തെളിവുകൾ ഉള്ള ഒരു സംഭവമാണ് ഇത്. അതിലൊരു കേസ് വന്നു കഴിഞ്ഞാൽ അറസ്റ്റിലേക്ക് വരെ കാര്യങ്ങളെത്തും. പിന്നെ കാര്യങ്ങൾ കൈവിട്ടു പോയത് കോൺഗ്രസ് പാർട്ടിയെയും UDFനെയും ഒക്കെ തന്നെ തകർക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിന് നിൽക്കാതെ രാജിവെക്കണമെന്ന സമ്മർദ്ദം കോൺഗ്രസ് നേതൃത്വം അത് രാഹുൽ മേൽ ഇപ്പോൾ ചെലുത്തിയിട്ടില്ല. അവരത് AICCക്ക് മുമ്പാകെയൊക്കെ വെക്കുന്ന തരത്തിലേക്ക് ഒരു പാർട്ടി തീരുമാനത്തിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് പാർട്ടിയുടെ തീരുമാനമെടുക്കും മുമ്പ്, നിലപാട് പറയും മുമ്പ് പാർട്ടി പറയാതെ എന്തിനാണ് വാർത്താ സമ്മേളനം വിളിച്ചതെന്ന ചോദ്യമാണ് രാഹുലിനോട് നേതാക്കൾ ഉന്നയിച്ചത്. അത്തരത്തിൽ ഇങ്ങനെ വിശദീകരണത്തിന് പോകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ കുഴപ്പത്തിലാകുന്നതാണ് മുൻകാലങ്ങളിലൊക്കെ ഉള്ള അനുഭവങ്ങളെന്ന് അവർ പറയുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിനെ റദ്ദാക്കിയതായി രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമുള്ളവർ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. വിനൽ, ശരി, അതാണ് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമുള്ളവർ അറിയിക്കുന്നത്. ശ്രീരാജ് ബാബു കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീരാജ്, ഇപ്പോൾ വാർത്താ സമ്മേളനം റദ്ദാക്കി, പക്ഷേ ഇനി വീണ്ടും ഒരു തുറന്ന പറച്ചിലിന് രാഹുൽ തയ്യാറാകുന്നുണ്ടോ? എന്താണ് രാഹുലിന്റെ മനസ്സിലിരിപ്പ്? കൂടെയുള്ളവരുമായി സംസാരിക്കുമ്പോൾ എന്താണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ? യോജിക്കാതെയുമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലൊരു നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. വാർത്താ സമ്മേളനം റദ്ദ് ചെയ്യാൻ ആവശ്യപ്പെട്ടു രാഹുലിനോട്. എന്തായാലും അതിനെ തുടർന്ന് ഇപ്പോൾ ശ്രീരാജിന്റെ മൈക്കിന്റെ ഓഡിയോയിൽ ചെറിയ പ്രശ്നമുണ്ട്, അത് വേണം തന്നെ പരിഹരിക്കുക. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാർത്താ സമ്മേളനം ഇപ്പോൾ നേതൃത്വം ഇടപെട്ട് റദ്ദാക്കിയിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് രാഹുൽ തന്റെ ഭാഗം കൂടുതൽ വിശദീകരിക്കുന്നതിന് വേണ്ടി ആണ് വാർത്താ സമ്മേളനം വിളിച്ചിരുന്നത്. അത് രാജിക്ക് വേണ്ടിയല്ല എന്നുള്ളത് ഇപ്പോൾ വളരെ വ്യക്തമായിരിക്കുകയാണ്. രാജിവെക്കാനില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളത് ന്യൂസ് മലയാളം ഇന്ന് രാവിലെ ശ്രീരാജ് ബാബു തന്നെ പുറത്തുവിട്ട പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ബ്രേക്കുകളിൽ ഒന്നാണ്. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നാണ്. ആ നിലപാടിൽ തന്നെ രാഹുൽ മാങ്കൂട്ടം ഉറച്ചു നിൽക്കുകയാണ്. നിലവിൽ AICCയെ കൊണ്ടൊരു തീരുമാനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് VD സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ ഒരു നിലപാടുമായി വരുന്നത്. ശ്രീരാജിന്റെ ഓഡിയോ ശരിയായിട്ടുണ്ട്. ശ്രീരാജ്, തുടരാം. എന്താണ് രാഹുലിന്റെയും രാഹുലിന്റെ കൂടെയുള്ളവരുടെയും മനസ്സിലിരിപ്പ്?
സമ്മേളനം നടത്തി മാധ്യമങ്ങളെ കണ്ട് രാഹുലിൻ്റെ ഭാഗം ന്യായീകരിക്കുക എന്നതായിരുന്നു രാഹുലിൻ്റെ അനുയായികളുടെയും ഉദ്ദേശം. എന്നാൽ അതിന് തടയിടുകയാണ് നേതൃത്വം ഇടപെട്ട് ചെയ്തിട്ടുള്ളത് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൻ്റെ പക്കലുള്ള കുറച്ച് ചെറിയ തെളിവുകൾ പുറത്തു വിട്ടുകൊണ്ട് ഒരു പ്രതിരോധം തീർക്കുക എന്നതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കരുതിയത്. എന്നാൽ ഇത് എന്തിനാണ് താങ്കൾ വാർത്താ സമ്മേളനം വിളിക്കുന്നത് എന്ന് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് വി ഡി സതീശൻ ബന്ധപ്പെട്ടപ്പോൾ ഈ വിവരങ്ങൾ പറയുകയും ചെയ്തു. അപ്പോഴാണ് അത്തരത്തിലുള്ള വാർത്താ സമ്മേളനം നടത്തരുത്, ഇത്തരത്തിൽ തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇരകളെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ആയിരിക്കില്ല നടപടി, കൂടുതൽ കടക്കും, തെളിവുകളെല്ലാം കയ്യിൽ വെച്ചിരുന്നാൽ മതി എന്ന തരത്തിലുള്ള കർശന നിർദ്ദേശം മാങ്കൂട്ടത്തിന് നൽകിയത്. അതുപോലെ തന്നെ വാർത്താ സമ്മേളനം റദ്ദ് ചെയ്യാനും നിർദ്ദേശം നൽകിയിരുന്നു. എന്തായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വാർത്താ സമ്മേളനം റദ്ദ് ചെയ്തിരിക്കുന്നു. നിരവധി ആരോപണങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിലുണ്ടായി വന്ന കോൾ റെക്കോർഡ് അടക്കം പുറത്തു വന്ന സാഹചര്യത്തിലായിരുന്നു മാധ്യമങ്ങളെ കാണാനിരുന്നത്. ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയേണ്ടിയിരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്താ സമ്മേളനം റദ്ദാക്കിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസും മുന്നണിയും ഏറ്റവും പ്രതിരോധത്തിലായിരിക്കുന്ന ഘട്ടത്തിൽ രാജി എന്ന മുറവിളി എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഘട്ടത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ രാജിവെക്കണമെന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്ന തരത്തിലുള്ള ആവശ്യം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ കൂടിയായിരുന്നു സ്വയം ന്യായീകരിക്കാൻ തക്ക ഒരു വാർത്താ സമ്മേളനം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്താൻ തീരുമാനിച്ചത്. എന്നാൽ ഇത് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഇതിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാവുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വാർത്താ സമ്മേളനം നടത്തരുത് എന്ന തരത്തിലുള്ള വിവരങ്ങൾ അത്തരത്തിലുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നിലിപ്പോൾ പത്രസമ്മേളനം റദ്ദാക്കിയിരിക്കുന്നത്. ശരി, വാർത്താ സമ്മേളനം എന്തിനാണ് റദ്ദാക്കിയത് എന്നുള്ള ചോദ്യത്തിന് വളരെ കൃത്യമായ വ്യക്തമായ ഉത്തരം വന്നിരിക്കുകയാണ്. മഹേഷ് ചന്ദ്രനിലേക്ക് വീണ്ടും പോവുകയാണ്. മഹേഷ്, ഇനിയിപ്പോൾ ദേശീയ നേതൃത്വത്തിന്റെ കോർട്ടിലാണല്ലോ പന്ത് നിൽക്കുന്നത്. AICCയുടെ മനസ്സിലിരിപ്പ് എന്താണ്? നോക്കൂ, KC വേണുഗോപാൽ ബീഹാറിൽ വോട്ടറാധികാർ യാത്ര പോലെ രാഹുൽ ഗാന്ധി തന്നെ നേതൃത്വം നൽകുന്ന, രാജ്യം ഉറ്റുനോക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. KC ഇടപെടുമോ? ദേശീയ മാധ്യമങ്ങളടക്കം ഈ വാർത്തകൾ വന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വം പ്രതിരോധത്തിലാകുന്ന സാഹചര്യം ഉണ്ടാകും. അതിനാൽ തന്നെ കടുത്ത നടപടിയിലേക്ക് നീങ്ങേണ്ടി വരും. അതങ്ങനെ നീങ്ങിയേ പറ്റൂ എന്ന തരത്തിൽ നിലപാട് VD സതീശനെ പോലെയുള്ള നേതാവ് എടുക്കുമ്പോൾ അത് തള്ളിക്കളയാൻ പാർട്ടി നേതൃത്വത്തിന് കഴിയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇക്കാര്യത്തിൽ ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചിരുന്ന, അനുകൂലിച്ചിരുന്ന, പ്രോത്സാഹിപ്പിച്ചിരുന്ന VD സതീശന് പോലും തള്ളിപ്പറേണ്ട തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പരാതികളില്ല, അതുകൊണ്ട് കേസുകളില്ല, അത്തരത്തിലേക്ക് ഉള്ള ന്യായീകരണങ്ങൾ ചമച്ചതുകൊണ്ട് മാത്രം ഈ വിഷയത്തിൽ നിന്ന് കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സാഹചര്യം അത് പ്രത്യേകിച്ച് ഒരു ആശങ്കകരമായ ഒരവസ്ഥ തന്നെയാണ് കോൺഗ്രസിനും UDF സമ്മാനിക്കുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിൽ വരാനുള്ള പ്രതീക്ഷയോടുകൂടി കരുക്കൾ നീക്കുകയാണ് ഇടതുപക്ഷം. ആ സമയത്ത് ഒരു MLA ഉൾപ്പെട്ട കോൺഗ്രസിൻ്റെ ഇതുവരത്തിൽ ഊർജ്ജസ്വലനായി അവർ മുന്നിൽ ഉയർത്തി കാണിച്ചൊരു നേതാവ് തന്നെ ഉൾപ്പെട്ട വലിയ പ്രമാദമായ തരത്തിലേക്ക് ഒരു സംഭവത്തിലേക്ക് പോകുന്നു. അതിൽ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന അടക്കമുള്ള സംഭാഷണങ്ങൾ പുറത്തേക്ക് വരുന്നു. ഈ സാഹചര്യം കോൺഗ്രസിന് വലിയ തരത്തിലേക്കുള്ള ഒരു അപകടം ഒരുക്കുന്നു എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനെ ചെറുക്കാൻ, അതിനെ പ്രതിരോധിക്കാൻ എന്ത് പറയണമെന്ന് പോലും അറിയാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം മാത്രം രാജിവെച്ച് ഒഴിഞ്ഞാൽ പോരാ, MLA സ്ഥാനം കൂടി രാജിവെക്കണം രാഹുൽ. എന്നാൽ മാത്രമേ ഈ വിഷയം താൽക്കാലികമെങ്കിലും പരിഹരിക്കാൻ കഴിയുള്ളൂ, തീർക്കാൻ കഴിയുള്ളൂ, കോൺഗ്രസ് മുഖരക്ഷിക്കാൻ കഴിയുള്ളൂ, കോൺഗ്രസ് ഇത്തരത്തിലൊരു നിലപാടെടുത്തു എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ചെയ്താൽ മാത്രമേ VD സതീശനടക്കമുള്ള നേതാക്കളുടെ പ്രതിച്ഛായയ്ക്ക് പോലും അത് വേണ്ടിവരുന്ന സാഹചര്യമുണ്ട്. അത് മനസ്സിലാക്കി തന്നെയാണ് VD സതീശനും രമേശ് ചെന്നിത്തല അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം നിലപാടിലേക്ക് പോകുന്നത്. ഇവിടെ പിന്നെ ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യം ഉപതെരഞ്ഞെടുപ്പ് വരുമോ എന്നുള്ളതാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ അവിടെ BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലം കൂടിയാണ്. ആ രീതിയിലുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ബൈ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിൽ BJP ജയിക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്ന ഭയം ഇവർക്കുണ്ട്. പക്ഷേ ഒരു വർഷക്കാലം ഇല്ല, ഈ സർക്കാരിൻ്റെ കാലാവധി കഴിയാൻ, ഈ നിയമസഭയുടെ കാലാവധി കഴിയാൻ 8 മാസം മാത്രമേ ഉള്ളൂ. 6 മാസത്തിനുള്ളിൽ 6 മാസം സമയമുണ്ടെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരു തരത്തിലേക്കാണ് പറയുന്നത്. അപ്പോൾ ഈ 6 മാസ കാലയളവ് നിലനിൽക്കുമ്പോൾ വേണമെങ്കിൽ ബൈ ഇലക്ഷനിലേക്ക്
തെരഞ്ഞെടുപ്പിലേക്ക് പോകാം. പ്രത്യേകിച്ച് പീരിമേഡിലെ MLA ആയിരുന്ന വാഴൂർ സമൻ കഴിഞ്ഞ അന്തരിച്ചു. അങ്ങനെ 2 നിയമസഭാ മണ്ഡലങ്ങൾ അത്തരത്തിലേക്ക് വന്നാൽ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമോ എന്നൊരു ആശങ്കയുണ്ട്. അതേസമയം സമയമില്ല, 6 മാസത്തിലേക്ക് എത്തുന്നു, സമയമില്ല എന്ന തരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പ് നടക്കുകയുമില്ല. എന്നാലും സംസ്ഥാന സർക്കാരും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുമില്ല. മാത്രമല്ല പാലക്കാട് ഇപ്പോൾ ഒരു ബൈ ഇലക്ഷൻ കഴിഞ്ഞു വന്നതേ ഉള്ളൂ. അപ്പോൾ ഈ തരത്തിലേക്കുള്ള സാഹചര്യങ്ങൾ കൂടി കോൺഗ്രസ് നേതാക്കൾ ചർച്ച ചെയ്യുന്നുണ്ട്, അവലോകനം ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും അവർ തീരുമാനമുണ്ടാകുന്നത്. പക്ഷേ വളരെ നിർണായകമായ നിയമസഭാ സമ്മേളനമാണ്. അടുത്ത മാസം 15-ാം തീയതിയോടുകൂടി നിയമസഭാ സമ്മേളനം ആരംഭിക്കും. ആ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ MLA ആയി കൊണ്ടിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തങ്ങൾക്ക് അത് പ്രതിരോധിക്കാൻ മാത്രമേ സമയമുണ്ടാകൂ. അവിടെ പ്രത്യേകിച്ച് ഭരണപക്ഷം വലിയ മേൽക്കൈ നേടും. ആ നിയമസഭാ സമ്മേളനത്തിൽ ഭരണപക്ഷത്തെ പ്രതിക്കൂട്ടി നിർത്താനുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള സമയമായിരിക്കും അവിടെ പാഴായി പോകുക. അത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന തരത്തിലേക്കുള്ള ഒരു ആശങ്ക കൊണ്ട് തന്നെയാണ് VD സതീശൻ അടക്കമുള്ള നേതാക്കൾ ഇക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് രാജി വേണം എന്ന തരത്തിലേക്കുള്ള നിലപാട് കർക്കശമാക്കാൻ കാരണമായിരിക്കുന്നതും ബിനിൽ. തീർച്ചയായും VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് മതിയാകൂ എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സ്വന്തം ഭാഗം ന്യായീകരിക്കുന്നതിനു വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ച വാർത്താ സമ്മേളനം പോലും VD സതീശന്റെ ഇടപെടലോടുകൂടിയാണ് നിർത്തിവെപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. ഈ വാർത്തയിൽ ഒരുപാട് സംഭവ വികാസങ്ങൾ ഇങ്ങനെ മണിക്കൂറുകൾ ഇടവിട്ട് പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. കൂടുതൽ ആരോപണങ്ങൾ, തുടർ ആരോപണങ്ങളുടെ മറ്റു വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട മണിക്കൂറുകളിലൂടെയാണ് കടന്നു പോകുന്നത്.